അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അലാ കുല്ലിൽ മുസ്ലിമീൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സുഹൃത്തെ, ഇന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നും അത്ഭുത പ്രതിഭാസമായി നിലനിൽക്കുന്നു. ഇന്നും ഹയാത്തുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ഇന്നും മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നമുക്കറിയാമല്ലോ, നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ നമ്മുടെ ഗുരുവര്യന്മാരൊക്കെ ഖാജ റളിയല്ലാഹു അൻഹു എനിക്ക് നിർദ്ദേശം നൽകിയത് ഇന്ത്യയിലേക്ക് വരാൻ, സഞ്ചറിൽ നിന്നും ഇന്ത്യയിലേക്ക് വരാൻ നിർദ്ദേശം നൽകിയത്, ഇറാഖിലൂടെ ഇന്ത്യയിലേക്ക് വരാൻ നിർദ്ദേശം നൽകിയത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിനെ നിയന്ത്രിക്കുന്നുണ്ട് എന്നാകുന്നു. ഉമ്മത്തിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ, പൊതുവായ മാർഗനിർദ്ദേശങ്ങളുടെ ആവശ്യം കഴിഞ്ഞു. ലോക മുസ്ലിമീങ്ങൾക്കുള്ള പൊതുവായ മാർഗനിർദ്ദേശങ്ങൾ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞ ആ ആയത്തിലൂടെ വ്യക്തമാകുന്നത്, പൊതു മുസ്ലിമീങ്ങൾക്ക് വേണ്ടതെല്ലാം അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ആവശ്യമായത് വ്യക്തിപരമായ ഒരു വലിയുണ്ടെങ്കിൽ ആ വലിയന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകും. അതുപോലെ ആ വലിയൻ്റെ ശിഷ്യന്മാർക്കും ആ വലിയന് മടങ്ങുന്ന മാർഗനിർദ്ദേശങ്ങൾ, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്, പൊതുവായ കാര്യങ്ങളല്ല. അതാണെങ്കിലോ അസ്ലിയായ നിർദ്ദേശങ്ങളോട് എതിരാവാത്ത കാര്യങ്ങളാകും. അഥവാ ശറഇന് വിരുദ്ധമായൊരു കൽപ്പന വരികയില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, അപ്പം ഇന്നും നിയന്ത്രണം, അല്ലെങ്കിൽ ഇന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിൽ പറഞ്ഞല്ലോ, നിങ്ങൾ എനിക്ക് സലാം ചൊല്ലുമ്പോൾ അല്ലാഹു തആല ഞാൻ നിങ്ങൾക്ക് സലാം മടക്കുമെന്ന്, എൻ്റെ റൂഹിനെ മടക്കിത്തരുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ പറയുകയാണത്. നമുക്ക് തിരിയാൻ വേണ്ടി പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സലാം മടക്കും. എൻ്റെ മരണശേഷം എന്നോട് നിങ്ങൾ സലാം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സലാം മടക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ സലാം ബൈത്ത് ചെല്ലുമ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി എന്ന് പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിൽപ്പെട്ട ഓരോരുത്തരുടെ സലാമിന് പകരമായി, ആ പ്രാർത്ഥനയ്ക്ക് സലാമെന്ന് പറഞ്ഞാൽ അതിമഹത്തായിരിക്കുന്നൊരു പ്രാർത്ഥനയാണല്ലോ, ആ പ്രാർത്ഥനയ്ക്ക് പകരമായി ഇന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിനക്കും അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന് പ്രവാചകർ വഫാത്തിന് ശേഷവും പറയുന്നുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നർത്ഥം. അതുപോലെ തന്നെ സലാം എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് സലാം എന്ന് പറഞ്ഞ് ആ സലാമിന് ഒരു വിലയുമില്ലാതെ കാലമായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം മടക്കും എന്ന് പറയുമ്പോഴും അതിന് യാതൊരു വിലയും നമ്മൾ കൽപ്പിക്കാത്ത ആളുകളാകും. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമേറിയ, അതിഗൗരവമായ,
അതിഗംഭീരമായ അതിമഹത്തായിരിക്കുന്നൊരു പ്രാർത്ഥനയാണ് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സലാം മടക്കലും വമ്പൻ ഒരു പ്രാർത്ഥനയാവുന്നു. നമ്മൾ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ ഒരു വിലയിൽ ഇൻഷാ അള്ളക്ക് വിലയില്ലാതായതുപോലെ, അൽഹംദുലില്ലക്ക് വിലയില്ലാതായതുപോലെ വെറുതെ പറയും. നാവിൽ മനസ്സും നാവുകൊണ്ടും ബന്ധമില്ലാതെ അൽഹംദുലില്ലയും, നാവും മനസ്സും തമ്മിൽ ബന്ധമില്ലാതെ അസ്സലാമു അലൈക്കും എന്നുള്ള പ്രാർത്ഥനയും, അതുപോലെ തന്നെ നാവും മനസ്സും ബന്ധമില്ലാതെ ഇൻഷാ അള്ളയും പറയുന്ന ലോകമാണ്. പ്രാർത്ഥനയൊക്കെ അങ്ങനെയാകുന്നു. നമ്മൾ നിസ്കാരത്തിന് ശേഷം ഒരു ബട്ടൺ ഇട്ടതുപോലെ ഒരു പ്രാർത്ഥന, ഖൽബ് ബന്ധമില്ലാത്തൊരു പ്രാർത്ഥന. അതുപോലെ തന്നെയാണ് അസ്സലാമു അലൈക്കും എന്നുള്ളത്. അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന ആ അവസ്ഥ. അപ്പോൾ വഫാത്തിന് ശേഷമുള്ള അവരുടെ ക്രയവിക്രയങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്കറിയാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിറാജിൻ്റെ യാത്രയിൽ പ്രവാചകന്മാരെ കണ്ടു. അപ്പോൾ അവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്. മാത്രമല്ല, വർഷങ്ങൾക്ക് ശേഷം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിച്ചല്ലോ. ലോക ഉമ്മത്തിനെ സഹായിച്ചില്ലേ? നമ്മളെയും സഹായിച്ചില്ലേ? ആ സഹായം പറ്റുന്നവരില്ലേ നമ്മൾ? മരിച്ചു പോയതിന് ശേഷമുള്ള ആ സഹായത്തെ പറ്റുന്നവരാണ് നമ്മൾ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് നമ്മളെ സഹായിച്ചു, ലോക മുസ്ലിമീങ്ങളെ സഹായിച്ചു. മരണശേഷം സഹായമുണ്ടോ എന്ന് സംശയിക്കുക. അവനെയൊക്കെ 1ഉം 2ഉം ക്ലാസ്സുകളിൽ ആക്കാതെ 3rd ക്ലാസ്സിലാക്കിയിട്ട് മാറ്റിയിരുത്താതെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവനോട് വാദവും പ്രതിവാദവും അതുപോലെ ഖണ്ഡനവും നടത്തി 1ാം ക്ലാസ് ആക്കി തീർത്തു. മതം അതാണെന്നുള്ള രൂപത്തിലേക്ക് ആളുകളെ ആക്കിയെടുത്തു. സത്യത്തിൽ മതത്തിൻ്റെ വാലാണ് അവരുടെ ചർച്ചാ വിഷയം. അതൊരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അതാണ് ദീൻ എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ട കാലമാകുന്നു ഇത്. ഏതായാലും മരിച്ചതിന് ശേഷം, വഫാത്തായതിന് ശേഷമുള്ള പ്രവാചകന്മാരുടെ സഹായം, പ്രത്യേകിച്ച് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം ഇന്നും നിലനിൽക്കുന്ന ഒന്നാകുന്നു. അപ്പോൾ ഇന്നും ആ റിസാലത്ത് വ്യക്തിപരമായിട്ട് മാർഗനിർദ്ദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, ഇന്നുമുള്ള ജീവിതം, എന്നുമുള്ള ജീവിതം ഒരു അത്ഭുത പ്രതിഭാസമാകുന്നു. വആഖിറു ദഅവാനാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.